4 വയസ്സുകാരനായ മകനെ 11 തവണ കുത്തി. രക്തം പുരണ്ട വസ്ത്രങ്ങളോടെ ആശുപത്രിയിലേക്ക് ഓടി. കൊടും കുറ്റവാളിയായ അമ്മയ്ക്ക് ശിക്ഷയില്ല. ഇംഗ്ലണ്ടിലാണ് ഈ സംഭവം. ജൂൺ 10 മെയ്ഡൻ ഹെഡിലെ ഡൺഹോം എൻഡിലുള്ള വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന 4 വയസ്സുകാരൻ അഗസ്ത്യ ഹെഗിഷ്തെ. ആ പിഞ്ചു കുഞ്ഞിനെ കഴുത്തിൽ 11 തവണ കുത്തിയാണ് അമ്മ ആകാംക്ഷ കൊലപ്പെടുത്തിയത്. വീണ്ടും പറയുന്നു, 11 തവണ കുത്തിയാണ് ആ അമ്മ ആ 4 വയസ്സുകാരനെ കൊലപ്പെടുത്തിയത്. കൊലപാതകത്തിന് ശേഷം മകന്റെ മൃതദേഹം കുളിമുറിയിൽ വയ്ക്കുകയും പ്രതി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ ആത്മഹത്യാ ശ്രമം പരാജയപ്പെട്ടു. തുടർന്ന് വൈകിട്ട് 6 മണിയോടെയായിരിക്കും രക്തം പുരണ്ട വസ്ത്രങ്ങളുമായി ആകാംക്ഷ ബസ്സിൽ യാത്ര ചെയ്ത് സെന്റ് മാർക്ക് കമ്മ്യൂണിറ്റി ഹോസ്പിറ്റലിലെത്തി. താൻ മകനെ കൊന്നുവെന്ന് ഡോക്ടർമാരോട് ആ അമ്മ വെളിപ്പെടുത്തി. അപ്പോഴാണ് ഈ കൊലപാതക വിവരം പുറം ലോകമറിഞ്ഞത്. മകനെ ഇത്തരത്തിൽ ക്രൂരമായി കൊലപ്പെടുത്തിയ അമ്മയ്ക്ക് കടുത്ത ശിക്ഷ വിധിക്കും കോടതിയെന്ന് പ്രതീക്ഷിച്ചിടത്ത് സംഭവിച്ചത് മറ്റൊന്നാണ്. ഇന്ത്യൻ വംശജയായ ആകാംക്ഷ ആദിവാരിക്കറിന് ശിക്ഷയില്ല. പകരം മാനസിക രോഗത്തിന് ചികിത്സ നൽകാൻ കോടതി ഉത്തരവിട്ടു. കൃത്യം ചെയ്യുമ്പോൾ പ്രതിക്ക് മാനസിക വിഭ്രാന്തി അനുഭവപ്പെട്ടിരുന്നുവെന്ന് സൈക്യാട്രിക് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് റീഡിംഗ് ക്രൗൺ കോടതിയുടെ ഈ വിധി. കുറ്റകൃത്യത്തിന് യുക്തിസഹമായ ഉദ്ദേശമൊന്നുമില്ല. മാനസിക വിഭ്രാന്തിയാണ് ഈ അമ്മയെ കൃത്യത്തിന് പ്രേരിപ്പിച്ചത്. അതിനാൽ നിങ്ങൾക്ക് ചികിത്സയാണ് ആവശ്യം, ശിക്ഷയല്ല. ഇങ്ങനെയായിരുന്നു കോടതി വിധി. IT ജീവനക്കാരനായ ഭർത്താവ് കോടതിയിൽ ആകാംക്ഷയ്ക്ക് ചികിത്സ നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. UK കുടിയേറുന്നതിന് മുൻപ് മുംബൈയിൽ ദന്തരോഗ വിദഗ്ധയായി ജോലി ചെയ്തിരുന്ന ആകാംക്ഷ മെയ് മാസത്തിൽ ജോലിസ്ഥലത്തെ പ്രശ്നങ്ങളെ തുടർന്ന് രാജിവെക്കുകയായിരുന്നു. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ജോലിസ്ഥലത്തെ പ്രകടനത്തെ ബാധിച്ചിരുന്നു എന്ന് സൈക്കോളജിസ്റ്റ് ഡോക്ടർ ഇയാൻ കോയ്മാൻ കോടതിയെ അറിയിച്ചു. ഇന്ത്യയിൽ വെച്ച് തന്നെ പ്രതിക്ക് ബൈപോളാർ ഡിസോർഡർ കണ്ടെത്തിയിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വന്നത്. എന്തായാലും ആ പ്രതിയെ, ആ കുഞ്ഞിനെ 11 കുത്തുകുത്തി കൊലപ്പെടുത്തിയ ആ അമ്മയെ ഇപ്പോൾ കോടതി വെറുതെ വിട്ടിരിക്കുകയാണ്. നേരെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് അയച്ചിരിക്കുകയാണ്.